498 എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടെ എനിക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനെപ്പറ്റി ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്. അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലത്. അറിയാതെ പറഞ്ഞു പോകണം. എന്തിന്റെ പേരിലായാലും ഒരു സ്ത്രീയും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ പുരുഷന്മാരും നല്ലവരല്ല. അതുപോലെ തന്നെയാണ് സ്ത്രീകൾ. പുരാണത്തിൽ സീതാദേവിയുടെ മഹത്വം പറയുമ്പോഴും അതിൽ ശൂർപ്പണകമാരും ഉണ്ട്. അത് നമ്മൾ മറക്കരുത്. സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണെന്ന് പറയുന്ന നിയമവും വിവാഹ സമയത്ത് അളവിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുവരുന്ന വധുവിനെ കാണുമ്പോൾ നിശബ്ദത പാലിക്കുന്നു. വിവാഹ സമയത്തെ പിതൃസ്വത്ത് കേസ് വരുമ്പോൾ സ്ത്രീധനമായി മാറും. തുല്യനീതി എന്ന് പറഞ്ഞ് മുറവിലി കൂട്ടുന്ന പലരും കോടതിയിലെത്തുമ്പോൾ സ്വന്തം നേട്ടങ്ങൾക്കായി നിൽക്കുന്നു. ഞങ്ങൾ സ്ത്രീധനത്തിനെതിരാണെന്ന് പരസ്യമായി പറഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്ന പലരും ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ പുരുഷന്റെ കയ്യിലുള്ള സ്വത്തിന് കണക്ക് പറയുന്നു. പലപ്പോഴും നിയമത്തിന്റെ മുന്നിൽ ഇരകളായി ചിത്രീകരിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമാണ്. ഇതാണോ തുല്യനീതി? വിവാഹമോചനം നേടിയവരിൽ ആത്മഹത്യ